നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏത് വീഴ്ചയിലും താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ പേരാണ് പിതാവ്. മക്കൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ആൾരൂപം പിതാവിന് പകരക്കാരില്ല. ഓരോ പിതാവും സ്വന്തം ചിന്തകളെയും ചെയ്തികളെയും പരിശോധിച്ച് വിചിന്തനം ചെയ്ത് കുടുംബത്തിനും സമൂഹത്തിനും മാർഗദീപം ആകും വിധം മാറേണ്ടുന്ന ഒരു പുണ്യദിനം കൂടിയാണ് ഇത്. പിതൃത്വത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി നല്ല മാതൃകാ കുടുംബജീവിതം നയിക്കാൻ പിതാവിന് കടമയുണ്ട്. കുടുംബത്തോടും സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയും ധാർമ്മിക ബോധവുമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കാൻ പിതാവിന് കഴിയണം. മക്കളുടെ വളർത്തലിന് പ്രധാന ഉത്തരവാദിത്വം പിതാവിന് തന്നെയാണ്. നല്ല ധാർമ്മിക ബോധവും പ്രതിബദ്ധതയുമുള്ള പുതുതലമുറ നമുക്ക് വളരെ ആവശ്യവുമാണ്. കുടുംബത്തിൻ്റെ നാഥനും പിതാക്കന്മാർക്ക് ഉത്തമ ദൃഷ്ടാന്തവുമായ യോസേപ്പ് പിതാവിനെ ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം, മധ്യസ്ഥം യാചിക്കാം, മാതൃകയാക്കാം. മക്കൾക്കായി ഭൂമിയിൽ സ്വർഗം തന്നെ കെട്ടിപ്പടുക്കുവാൻ നെട്ടോട് കൂടുന്ന പിതാവ് അവരോടൊത്ത് ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എന്നും താങ്ങായി, തണലായി, കരുതലായി, കാവലായി, ഊർജമായി ഒപ്പം നിൽക്കുന്ന പിതാവ് മക്കളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഇങ്ങനെ ജീവിതം മുഴുവൻ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി വ്യയം ചെയ്യുന്ന പിതാവിനെ അതുപോലെ സ്നേഹിക്കാനും കരുതാനും മക്കൾക്കും കടമയുണ്ട്. എന്നാൽ പലപ്പോഴും പിതാവിൻ്റെ മനസ്സും ആ ത്യാഗവും നമ്മൾ കാണാതെ പോകുന്നു. അക്ഷന്തര്യമാണത്. കാരണം ആ കരങ്ങളിൽ പിടിച്ചാണ് നാം പിച്ചടച്ചത്. ആ കൈകളിലാണ് നാം ഭയമില്ലാതെ പലപ്പോഴും ഉറങ്ങിയിട്ടുള്ളത്. അവരുടെ ത്യാഗമാണ് നമ്മെ നാം ആക്കിയത്. അവരുടെ സ്വപ്നമാണ് നമ്മുടെ ഈ ജീവിതം. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ എല്ലാ നന്മകളും നമുക്കായി അവർ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ പുണ്യമായി നിറയുമ്പോൾ പിതാവെന്ന ആ മഹാചൈതന്യത്തെ നമിക്കാൻ നമുക്കാണ്. ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരിച്ച് മൺമറഞ്ഞ് നിത്യതയിലായിരിക്കുന്നവരെയും ഇത്തരുണത്തിൽ നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കാരണം ഒരിക്കലും അണയാത്ത ദീപമാണപ്പൻ, എന്നും കാണുന്ന ദൈവമാണപ്പൻ. അരയാൽ പോലെ കുടുംബത്തിന് മുകളിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മഹാമേരുക്കളെന്ന് വേണമെന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ അപ്പച്ചന്മാർക്ക് നമ്മുടെ എല്ലാ അമ്മമാരുടെയും പേരിലുള്ള പിതൃദിനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. പാട്ടുപിഴവഴിയിലെ അപ്പച്ചന്മാർ നല്ലവരാണ്. എല്ലാവർക്കും ദീർഘായുസ്സും നല്ല ആരോഗ്യവും എല്ലാ അനുഗ്രഹവും ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പിതൃദിനത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധി അനുസരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.